പാർട്ടി നേരത്തെ തീരുമാനിച്ച പ്രകാരമാണ് ഇന്നത്തെ യോഗം ചേർന്നതെന്നും ഓരോ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾ വിശദമായി വിലയിരുത്തിയെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. നാളത്തെ നിർണായക യോഗത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഇന്നത്തെ യോഗം നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘടനാ സംവിധാനത്തിലൂടെയാണ് എല്ലാവരും മുന്നോട്ടു പോകുന്നതെന്നും വ്യവസ്ഥാപിതമായ പ്രവർത്തനമാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെ അതിൻ്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഈ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ വന്ന കേസ് 4 കേസുകളാണ്. അതിലൊന്ന് ഷിയ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്, ബോറ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചിട്ടില്ല, സാങ്കേതികമായി ഇതിൻ്റെ രൂപീകരണം തെറ്റാണ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതുപോലെ തന്നെ 2 മുസ്ലിം പ്രതിനിധികളെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഷോൺ ജോർജ് കൊടുത്ത കേസുമുണ്ട്. ഇത് 4ഉം കൂടി ഹൈക്കോടതി ക്ലബ് ചെയ്തിട്ടാണ് വിചാരണ ആരംഭിച്ചത്. മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കകത്ത് വിമർശനങ്ങളില്ലെന്നും ഒരു പോഷക സംഘടനയും പരാതിയുമായി തന്നെ സമീപിച്ചിട്ടില്ലെന്നും PMA സലാം പറഞ്ഞു. മന്ത്രിമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് പാസാക്കിയെന്ന് പറയുന്ന പ്രമേയത്തിന്റെ ഒരു പകർപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിൻ്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ കേസിലും മറ്റ് കേസുകളിലും ഞങ്ങളത് പരിശോധിക്കും എന്ന് കോടതിയോട് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ വിധി വന്നു. കോടതി വിധി ഇപ്പോൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് വെക്കുന്നുണ്ട്. തമിഴ്നാട് ഒക്കെ ബോർഡ് പിരിച്ചുവിട്ടത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിധികളൊക്കെ വരാനുണ്ട്. അതിനനുസൃതമായി രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥക്കൊക്കെ അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് കേരള ഗവൺമെൻറ് എടുക്കുക. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇതിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. വഖഫ് പ്രവർത്തനം പരിശോധിക്കുമെന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതെന്നും കേസ് പരിഗണിക്കവേ നിലവിലെ വ്യവസ്ഥ നിയമാനുസൃതമല്ലെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്നും ഇതിനെ മുസ്ലിം ലീഗ് പാർലമെന്റിൽ ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയവുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും PMA സലാം കൂട്ടിച്ചേർത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.